നമ്മുടെ പ്രൊഫഷൻ സമൂഹത്തിൽ എത്ര സ്ഥാനവും വാല്യൂ ഉള്ളതാണ്, നമുക്ക് കിട്ടുന്ന വരുമാനം എത്ര വലുതാണ്, നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ ധരിക്കുന്ന ഡ്രസ്സ് അതെത്രത്തോളം വിലപിടിപ്പുള്ളതും ഗുണമേന്മയുള്ളതുമാണ് എന്നതിനേക്കാളെല്ലാം ഉപരി നമ്മുടെ മനസ്സാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സമാധാനത്തെയും സന്തോഷത്തെയും എല്ലാം തീരുമാനിക്കുന്നത്. ഇല്ലായ്മയുടെയും വല്ലായ്മയുടെയും കാലം പിന്നിട്ട് മദീനയിൽ വന്ന് ബിസിനസ് നടത്തി കോടീശ്വരനായ വ്യക്തിയാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ തീന്മേശയിൽ നോമ്പ് തുറക്കാൻ വിവിധങ്ങളായ വിഭവങ്ങൾ അറേഞ്ച് ചെയ്യപ്പെട്ടപ്പോൾ അത് നോക്കി അദ്ദേഹം കരയുകയാണ് ചെയ്തത്. അത് കരഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞത്, സുബൈറും തുൽഹയും മിസ്അബും ഇവരെല്ലാം എന്നേക്കാൾ എത്രയോ മികച്ചവരായിരുന്നു. ഹുവ ഖൈറും മിന്നി, എന്നേക്കാൾ എത്രയോ ഉത്തമന്മാരാണ്. അവർ എന്തുകൊണ്ടാണ് ഈ ഒരു മഹത്വം നേടിയെടുത്തത്? മിസ്അബ് മക്കയിലെ പരിമളം എന്ന ബഹുമതിയുള്ള വ്യക്തിയാണ്. വളരെ മുന്തിയ ഡ്രസ്സ് ധരിച്ച് ഏറ്റവും നല്ല സൗകര്യത്തിൽ ജീവിച്ച മിസ്അബ് ഇസ്ലാം സ്വീകരിച്ചപ്പോൾ എല്ലാ സമ്പത്തും ഇല്ലാതാവുകയാണ് ചെയ്തത്. മദീന പള്ളിയിലേക്ക് കീറിപ്പറിഞ്ഞ വസ്ത്രം ധരിച്ച് കയ്യിലൊരു ചെരുപ്പും തൂക്കിപ്പിടിച്ച് കടന്നു വരുന്ന മിസ്അബിനെ കണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും കരഞ്ഞിട്ടുണ്ട്. കാരണം ആ ഒരു വേഷത്തിലും കോലത്തിലും മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ കാണേണ്ടി വന്നിട്ടില്ല ഒരാൾക്കും. ഉള്ളതെല്ലാം ത്യജിച്ചിട്ടാണ് ഇസ്ലാമിൻ്റെ തീരത്തേക്ക് അവർ കടന്നു വന്നത്. ഉഹുദിൻ്റെ രണഭൂമിയിൽ ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാത്രം പോയിൻ്റ് ഔട്ട് ചെയ്ത് പ്രവാചകനെ ഇല്ലാതാക്കണമെന്ന് തീരുമാനിച്ച് നിൽക്കുന്ന സമയത്തെ ബോധപൂർവം നോക്കിക്കണ്ട് മനസ്സിലാക്കി മിസ്അബ് റളിയല്ലാഹു അൻഹു ശത്രുക്കളുടെ അറ്റൻഷൻ നബിയിൽ നിന്ന് തന്നിലേക്ക് തെറ്റിക്കാൻ തക്ബീറും ചൊല്ലി രണഭൂമിയിലൂടെ ഓടി നടക്കുമ്പോഴാണ് അദ്ദേഹത്തെ ശത്രുക്കൾ വെട്ടിക്കൊലപ്പെടുത്തിയത്. മരിക്കുമ്പോൾ ഒരു പുതപ്പ് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നത്. ആ പുതപ്പ് കൊണ്ട് തലമറച്ചാൽ കാലും, കാല് മറച്ചാൽ തലയും പുറത്തായിരുന്നു. ഈ മിസ്അബിനെ ഓർത്താണ് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കരഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചുറ്റും 14 സഹാബത്ത് മാത്രമുള്ള സമയം ബാക്കിയുള്ളവരെല്ലാം ചിതറിയോടി. ശത്രുക്കൾ ഉഹുദിൻ്റെ പിന്നാമ്പുറത്തുകൂടെ വന്ന് ജബലുർ റുമാത്തിൽ കയറി സഹാബത്തിന് നേരെ തുരുതുര അമ്പെയ്യുന്ന സമയം പ്രവാചകന് ചുറ്റും 14 പേർ വലയം തീർത്ത് നബിക്ക് ഒരു ചെറിയ പോറൽ പോലും സംഭവിക്കരുത് എന്ന വാശിയിൽ ചീറിയെടുക്കുന്ന അമ്പുകളെ തടുക്കാൻ പരിചയമില്ലാതെ സ്വദേഹം കൊണ്ട് അവയെ ഏറ്റുവാങ്ങിയ സ്വഹാബിമാരിൽപ്പെട്ട ആളാണ് തുൽഹത്ത് ഇബ്നു ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു. 70-ലധികം കുത്തുകളാണ്, മുറിവുകളാണ് യുദ്ധം കഴിഞ്ഞ് ടെൻറ്റിലേക്ക് മടങ്ങുമ്പോൾ തുൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെ ദേഹത്തുണ്ടായിരുന്നത്. രക്തം വാർന്നൊഴുകി അസഹ്യമായ വേദന കടിച്ചമർത്തി അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് ഷഹീദായി മരിച്ചു പോകുമ്പോൾ അദ്ദേഹം എന്താണ് ഭൗതികമായി ആസ്വദിച്ചത്, അനുഭവിച്ചത്, നേടിയത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഒന്നുമില്ല. ആ തുൽഹയെ ഓർത്താണ് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ദുനിയാവിലെ മുഴുവൻ സൗകര്യങ്ങളും തൻ്റെ മുന്നിൽ തുറക്കപ്പെട്ട ആ നിമിഷത്തിൽ പറഞ്ഞത്, അവരൊക്കെ എന്നേക്കാൾ എത്രയോ ഉത്തമന്മാരായിരുന്നു എന്ന്. സഹോദരങ്ങളെ, നാം ചിന്തിക്കേണ്ടത്, നമ്മളെപ്പോലുള്ള ഒരു സൗകര്യവും സംവിധാനവും ഇല്ലാത്ത കാലത്ത്, ജീവിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത കാലത്ത്, കഴിക്കാൻ ഭക്ഷണമില്ലാത്ത കാലത്ത്, ഉടുക്കാൻ ഡ്രസ്സില്ലാത്ത കാലത്ത്, അബ്ദുള്ള ദുൽബിജാദൈൻ എന്ന പേര് തന്നെ കിട്ടിയത് മക്കയിൽ നിന്ന് തൻ്റെ എല്ലാ സമ്പത്തും ഉപേക്ഷിച്ച് ഉമ്മ കൊടുത്ത ഒരു പുതപ്പിനെ രണ്ടാക്കി മുറിച്ച് ഒന്നുകൊണ്ട് അരയും മറ്റൊന്നുകൊണ്ട് മേലും പുതപ്പിച്ച് മദീനയിലേക്ക് അദ്ദേഹം നടന്നു വരുന്ന രംഗം കണ്ട് റസൂലുള്ള വിളിച്ച പേരാണ് ദുൽബിജാദൈൻ, 2 പുതപ്പിൻ്റെ ഉടമസ്ഥൻ എന്നത്. യുദ്ധയാത്രയിൽ വിശപ്പനുഭവിക്കുമ്പോൾ എൻ്റെ മടിക്കീയിൽ ഞാൻ ഒളിപ്പിച്ചു വെച്ചൊരു ഈത്തപ്പഴത്തിൻ്റെ കുരു എടുക്കും, എന്നിട്ട് വായിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ആട്ടിയിട്ട് അതിനു മീതെ വെള്ളം കുടിച്ചിട്ട് ആ കുരു വീണ്ടും മടിക്കീയിൽ ഒളിപ്പിച്ചു വെക്കും.
വീണ്ടും വിശപ്പ് വരുമ്പോൾ അതെടുത്ത് ചവച്ച് അതിൻ്റെ മുകളിൽ വെള്ളം കുടിച്ച് ആ കുരു കൊണ്ട് കിലോമീറ്ററുകളോളം യുദ്ധയാത്രയിൽ ഞാൻ നബിയോടൊപ്പം പങ്കാളിയായിട്ടുണ്ടെന്ന് സ്വഹാബത്ത് പറയുമ്പോൾ അവരുടെ വിശപ്പിൻ്റെ കാഠിന്യമായിരുന്നു അത്. പക്ഷെ അവരെല്ലാം സമ്പൂർണമായ തൃപ്തിയിലായിരുന്നു, സമാധാനത്തിലായിരുന്നു. ഇല്ലായ്മയെക്കുറിച്ചും വല്ലായ്മയെക്കുറിച്ചും ഓർക്കുന്ന കാലത്താണ് അവർ സന്തോഷം അനുഭവിച്ചത്. ധനവും സൗകര്യവും സംവിധാനവും തങ്ങൾക്ക് വന്നെത്തിയപ്പോൾ അത് ഓർത്തുകൊണ്ട് കരഞ്ഞ അവർ ഇല്ലായ്മയുടെ കാലത്ത് പരിപൂർണ ഹാപ്പിയായിരുന്നു. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഈയൊരു സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, ഉള്ളതിൽ തൃപ്തിപ്പെട്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ ആ ഒരു കുളിരും സമാധാനവും സന്തോഷവും എന്നത് സ്വഹാബത്ത് ജീവിതം കൊണ്ട് അനുഭവിച്ചവരാണ്. സ്വഹാബത്ത് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും സ്വഹാബത്തിനും പിന്നീട് ഇങ്ങോട്ട് വന്ന ഇതുവരെയുള്ള കാലത്ത് ജീവിച്ച പണ്ഡിതന്മാരുടെ ചരിത്രം എടുത്തു നോക്കിയാൽ അവരും അങ്ങനെ തന്നെയായിരുന്നു. ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ല, അദ്ദേഹം അറിയപ്പെട്ടൊരു സാഹിദാണ്. സാഹിദ് എന്ന് പറഞ്ഞാൽ ഭൗതിക സുഖങ്ങളോട് വിരക്തനായി ജീവിക്കുന്ന, ആരാധനയിലേക്ക്, ഇബാദത്തിലേക്ക്, ഇൽമിലേക്ക്, ദഅവത്തിലേക്ക് ശ്രദ്ധ തിരിച്ച വ്യക്തി എന്നാണ് അർത്ഥം. അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്, രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ പോലും നമ്മൾ സാധാരണക്കാർ അനുഭവിക്കുന്ന സന്തോഷവും സമാധാനവും അനുഭവിക്കുന്നില്ല എന്നാണ്. എന്തേ 9,000 കോടി ആസ്തിയുള്ള ഒരു വ്യക്തിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്? മനുഷ്യൻ്റെ മനസ്സിൻ്റെ എല്ലാ വികാരങ്ങളെയും പഠിച്ചു മനസ്സിലാക്കി അതിൻ്റെ ഓരോ സ്വഭാവങ്ങളെയും എങ്ങനെയൊക്കെയാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് ലോകത്തിന് അറിവുകളായി സമ്മാനിച്ച് ആ വിഷയത്തിലുള്ള എല്ലാ തരത്തിലുമുള്ള തെറപ്പീസും മറ്റ് ട്രീറ്റ്മെൻറ്റ്സും എല്ലാം പഠിപ്പിച്ചു കൊടുത്ത് ഹ്യൂമൻ സൈക്കോളജിയുടെ, മോഡേൺ ഹ്യൂമൻ സൈക്കോളജിയുടെ ഫാദർ എന്നറിയപ്പെട്ട സിഗ്മണ്ട് ഫ്രോയിഡ് ലോകത്തോട് വിട പറഞ്ഞത് എങ്ങനെയാണ് പരിശോധിച്ചു നോക്കൂ. അറിയപ്പെടുന്ന വലിയ ഡോക്ടർമാർ, വലിയ വലിയ ബിസിനസ് മേധാവികൾ, അതുപോലെ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ, കോടികൾ കൊണ്ട് അമ്മാനമാടിയവർ, അവർക്കൊരു തുള്ളി വിശത്തിൽ ഒരു കഷ്ണം കയറിൽ തൻ്റെ കയ്യിലുള്ള പിസ്റ്റൽ കൊണ്ട് ഒക്കെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? സമാധാനമില്ലെന്നാണ് പറയുന്നത്. അബ്ബാസി ഭരണകൂടത്തിൻ്റെയും ഉമവി ഭരണകൂടത്തിൻ്റെയും ഉസ്മാനി ഭരണകൂടത്തിൻ്റെയും ഒക്കെ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഭരണം കൈയാളിയ ഭരണാധികാരികൾ പറയുന്നുണ്ട്, 50-ലധികം കൊല്ലം അദ്ദേഹം ഒരു ഖലീഫ ഭരണം നടത്തിയിട്ട് അദ്ദേഹം പറയുന്നത്, ഞാൻ സമാധാനത്തോടെ നിന്നത് വെറും 14 ദിവസമാണ്. 50-ലധികം കൊല്ലം ഭരണം നടത്തിയ ഭരണാധികാരികൾ അവരുടെ സന്തോഷം അനുഭവിച്ച നിമിഷത്തെക്കുറിച്ച് പറഞ്ഞത് വെറും 14 ദിവസമാണ്. ദിവസം 50 കൊല്ലം എന്ന് പറഞ്ഞാൽ എത്ര ദിവസം നമുക്ക് നല്ലോണം അറിയാം അല്ലേ? അതിൽ വെറും 14 ദിവസമാണ് സമാധാനം അനുഭവിച്ചതെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നബിയും സ്വഹാബത്തും നമ്മുടെ മുൻഗാമികളൊക്കെ അനുഭവിച്ച ആ ഒരു ധൈര്യം, ആ ഒരു സമാധാനം, ആ ഒരു സന്തോഷം എവിടെ നിന്ന് കിട്ടുമെന്നതാണ് ലോകം ഇന്ന് തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്. കള്ളിൽ കിട്ടുമെന്ന് വിചാരിച്ച് പോയവർ, അവിഹിതങ്ങളിൽ കിട്ടുമെന്ന് വിചാരിച്ച് പോയവർ, സമ്പത്ത് ധാരാളം ഉണ്ടായാൽ കിട്ടുമെന്ന് വിചാരിച്ചവർ അല്ലേ? ഒരു ജോലിയായാൽ എൻ്റെ എല്ലാ പ്രശ്നവും തീരും, എനിക്ക് നല്ല സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും എന്ന് വിചാരിച്ച ആൾക്കാർ ജോലിയായപ്പോൾ അവർക്ക് ജോലി ഒരു അസ്വസ്ഥതയാകാണ്, ജോലി ഒരു ടെൻഷനാകാണ്, ജോലി ഭാരം അനുഭവിക്കുകയാണ്. ഇന്ന് ലോകത്ത് വിവിധങ്ങളായ മേഖലയിൽ പ്രത്യേകിച്ച് പ്രൊഫഷണലുകളുടെ ഇടയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ജോബിൻ്റെ സ്ട്രെസ്സാണ്. എന്തേ? അവരാഗ്രഹിച്ച് അധ്വാനിച്ച് അവർ നേടിയെടുത്ത പ്രൊഫഷനാണ്. പക്ഷെ അതവർക്ക് പിന്നീടൊരു ഭാരമായി മാറാണ്. കല്യാണം കഴിച്ചാൽ എല്ലാ പ്രശ്നവും തീരുമെന്ന് വിചാരിച്ച് കല്യാണത്തിലേക്ക് പ്രവേശിച്ചവർക്ക് അവിടെയും സ്ട്രെസ്സാണ്. മക്കളായാൽ എല്ലാ പ്രശ്നവും തീരുമെന്ന് വിചാരിച്ചിടത്ത് മക്കൾ കാരണം ഞങ്ങൾ ഉറങ്ങിയിട്ട് ദിവസങ്ങളായി എന്ന് പാരൻസ് പറയാൻ. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ലൈഫിനൊരു സമാധാനവും സന്തോഷവും ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് എവിടെയാണ്? അതിനെക്കുറിച്ചൊരു പഠനം നടത്തുമ്പോൾ ഖുർആൻ നമ്മളോട് പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്നാണ്. പടച്ച റബ്ബിൻ്റെ ചാരത്തുള്ള ഒരു ജീവിതം, അള്ളാഹിനെക്കുറിച്ചുള്ള ഒരു സ്മരണ, പടച്ച റബ്ബിൻ്റെ ദീനിന് വേണ്ടിയുള്ള ഒരു അധ്വാനം, ആ വഴിയിൽ നമ്മൾ നിർവഹിക്കുന്ന സുഹൃതങ്ങൾ, അതിലൂടെയാണ് നമുക്ക് എല്ലാ തരത്തിലുമുള്ള സമാധാനവും സന്തോഷവും കിട്ടുന്നത് എന്നാണ്. സുഹൃത്തുക്കളെ, കണ്ണു കാണാത്ത സഹാബിയാണ് അബ്ദുല്ലാഹി ബിൻ ഉമ്മി മക്തൂം. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ നേതാക്കന്മാർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഓടി വന്നിട്ട് നബിനോട് പറയാണ്, അല്ലിംനി ബിമാ അല്ലമക്കല്ലാഹ്,
അള്ളാഹുവിൻ്റെ റസൂലേ, നിങ്ങൾക്ക് അള്ളാഹു പഠിപ്പിച്ചു തന്ന കാര്യം എനിക്കും പഠിപ്പിച്ചു തരൂ എന്നാണ്. ഞാനൊരു കണ്ണ് കാണാത്തവനായി പോയല്ലോ പടച്ചോനെ, ഇനി ഞാൻ എന്താണ് ചെയ്യുക റബ്ബേ? മറ്റുള്ളവർക്കൊക്കെ കാണാൻ പറ്റുന്നുണ്ട്, എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്ത് നിരാശപ്പെടല്ല അദ്ദേഹം ചെയ്തത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് ഈ ദീന് പഠിക്കാൻ, അതിലൂടെ ആസ്വാദനം കണ്ടെത്താൻ. ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു ഒരു ഹദീസിന് വേണ്ടി 1 മാസമാണ് യാത്ര ചെയ്തത്. ഷാമിൽ അബ്ദുല്ലാഹിബിൻ ഉനൈസ് എന്ന തൻ്റെ കൂട്ടുകാരൻ്റെ അടുക്കൽ നബിയുടെ ഒരു ഹദീസ് ഉണ്ടെന്ന് കേട്ട അദ്ദേഹം പറയാണ്, ഫസ്തറൈതു ബഈറൻ, ഞാനൊരു കാറ് വാങ്ങി എന്നർത്ഥം, ഞാനൊരു വണ്ടി വാങ്ങി. ഒരു ഹദീസ് ഉണ്ടെന്ന് കേട്ടപ്പോൾ ഞാൻ പോയിട്ട് ഒരു വണ്ടി പർച്ചേസ് ചെയ്തു. എന്നിട്ട് വിട്ട് 1 മാസം യാത്ര ചെയ്തവിടെ എത്തി. അബ്ദുല്ലാഹിബിൻ ഉനൈസിനോട് അദ്ദേഹം ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു ഹദീസ് നിങ്ങളുടെ അടുക്കൽ ഉണ്ടെന്ന് ഞാൻ കേട്ടു. കേട്ട മാത്രയിൽ ഞാൻ പുറപ്പെട്ടു. 1 മാസം യാത്ര ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ എത്തുന്നത്. എന്തിനാണ് ഇത്രയും ദൂരം ഞാൻ സഞ്ചരിച്ചെത്തിയത്? ഫഖശീതു അൻ അമൂത ഖബ്ല അൻ അസ്മഅഹു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പടച്ച റബ്ബ് വഹിയായി അറിയിച്ചു കൊടുത്ത ഒരു ഹദീസ് പഠിക്കും മുമ്പ് ഞാൻ മരിച്ചു പോകുമോ എന്ന് ഞാൻ പേടിച്ചു എന്നാണ് മഹാനായ ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. സുഹൃത്തുക്കളെ, ഇൽമിൽ കിട്ടുന്നൊരു ആസ്വാദനം അത് വേറെ തന്നെയാണ്. അതാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പറഞ്ഞത്, ലാ റൈബ അന്ന ലദ്ദത്തൽ ഇൽമി അഅ്ളമുൽ ലദ്ദാത്ത്. യാതൊരു സംശയവുമില്ല, ആസ്വാദനം കിട്ടുന്ന എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. നല്ലൊരു ഡ്രസ്സ് ധരിച്ചാൽ, അല്ലേ, നല്ലൊരു ഭക്ഷണം കഴിച്ചാൽ, നല്ലൊരു വീട് പണിഞ്ഞാൽ, നല്ലൊരു എല്ലാ ഫീച്ചേഴ്സുമുള്ള ഒരു കാറ് വാങ്ങിച്ചാൽ, അല്ലേ, അത്യാവശ്യം സമൂഹത്തിൽ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഫഷൻ കിട്ടിയാൽ, ഇതൊക്കെ നമുക്ക് ആസ്വാദനമുള്ള തുരുത്തുകളാണെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ ആസ്വാദനം അത് ഇൽമിലാണെന്നാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പറഞ്ഞത്. എല്ലാറ്റിൻ്റെയും രുചി മനസ്സിലാക്കിയ ആളുകൾ ഈ വിശുദ്ധ ഖുർആനിൻ്റെ രുചി മനസ്സിലാക്കിയിട്ടില്ല. ഈ ഖുർആൻ ഒരാൾക്ക് നൽകുന്ന സമാധാനവും ആശ്വാസവും മനസ്സിലാക്കിയിട്ടില്ല. ഈ ഖുർആൻ ഒരാൾക്ക് നൽകുന്നതായിട്ടുള്ള ആ ഒരു വെളിച്ചം, ആ ഒരു ഗൈഡൻസ് അത് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഒരു മുസ്ലിം സഹോദരി, അവരുടെ കയ്യിൽ ഖുർആൻ്റെ ഒരു തഫ്സീർ കിട്ടി, ഖുർആൻ്റെ ഒരു പരിഭാഷ, ജസ്റ്റ് ട്രാൻസ്ലേഷൻ. അവരതിങ്ങനെ മറിച്ചു നോക്കി. ആദ്യം കിട്ടിയത് സൂറത്തുൽ ഫാത്തിഹയാണ്, അധ്യായം 1 സൂറത്തുൽ ഫാത്തിഹ. അവർ അതിൻ്റെ അർത്ഥം പഠിച്ചു, അർത്ഥം വായിച്ചു നോക്കി. അവർ പറയണം, അതിൻ്റെ അർത്ഥം വായിച്ചപ്പോൾ എന്നെ വല്ലാണ്ട് അത് അട്രാക്റ്റ് ചെയ്തു. ഞാൻ ഓട്ടോമാറ്റിക്കലി 2ാമത്തെ ചാപ്റ്ററിലേക്ക് കടന്നു. 2ാമത്തെ ചാപ്റ്റർ ആദ്യത്തെ ആയത്ത് തന്നെ അലിഫ് ലാം മീം എന്നാണ്. അതിന് കൊടുത്തത് അലിഫ് ലാം മീം എന്നാണ്. എനിക്കൊന്നും മനസ്സിലായില്ല അവർ പറയുന്നത്. 2ാമത്തെ ആയത്ത് ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ, ഈ ഗ്രന്ഥത്തിൽ ഒരു സംശയവുമില്ല എന്ന ആയത്താണ് 2ാമത് ഞാൻ വായിച്ചത്. ആ ആയത്ത് വായിച്ചപ്പോൾ എനിക്ക് എൻ്റെ ശരീരം ആകെക്കൂടെ വിറക്കാൻ തുടങ്ങി, ആകെക്കൂടെ ചൂട് പിടിക്കാൻ തുടങ്ങി. കാരണം ഇസ്ലാമിനോടും ഖുർആനിനോടും ഒരുപാട് സംശയങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഖുർആൻ ആദ്യമായിട്ട് വായിക്കാൻ എടുക്കുന്നത്. ആദ്യമായി വായിക്കാൻ എടുക്കുന്ന എന്നോട് ഖുർആൻ സംസാരിക്കുന്നത് ലാ റൈബ ഫീ, ഈ ബൃഹത്തായ ഗ്രന്ഥത്തിനകത്ത് ഒരു ഡൗട്ടുമില്ല, ഇത് ക്ലിയർ ആണെന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? എന്നിട്ട് അവർ പറയാണ്, ഞാൻ ആ ഒറ്റ ഇരിപ്പിൽ ഖുർആനിലെ ഒരുപാട് വചനങ്ങളുടെ അർത്ഥങ്ങൾ പഠിച്ച് വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഖുർആൻ്റെ പരിഭാഷ മുഴുവൻ വായിച്ചു തീർത്തു എന്നാണ് പറയുന്നത്. നമ്മൾ എത്ര കൊല്ലമായി അല്ലേ ഖുർആൻ ഓതുന്നു, ഖുർആൻ കേൾക്കുന്നു, ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്നു. 6000 ചില്ലാനം ആയത്തുകളിലൂടെ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് നമ്മളോട് എന്ത് സംസാരിക്കുന്നു എന്നത് ഞാൻ വായിച്ചിട്ടുണ്ടോ, നമ്മൾ വായിച്ചിട്ടുണ്ടോ? ഓരോ ആയത്തിനകത്തും ഒളിഞ്ഞു കിടക്കുന്ന ആശയങ്ങൾ വളരെ വലുതാണ്. നോക്കൂ, വിശുദ്ധ ഖുർആനിൽ ഒരുപാട് 15 തവണ ആവർത്തിച്ചു വന്ന ശൈലിയാണ് യസ്അലൂനക, അവർ നിന്നോട് ചോദിക്കുന്നു. യസ്അലൂനക അനിൽ ജിബാൽ ഖുൽ യൻസിഫുഹാ റബ്ബീ നസ്ഫാ ഫയദറുഹാ ഖാഅൻ സഫ്സഫാ. പർവ്വതങ്ങളെക്കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു. ലോകം അവസാനിക്കുന്ന അന്ന് മനുഷ്യൻ നശിക്കുന്നു പറയുണ്ടല്ലോ. അപ്പം ഈ വമ്പൻ തല ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങളൊക്കെ എന്താകുന്നു ചെന്ന് പറയുന്നു അള്ളാഹുവിൻ്റെ റസൂലിനോട് അവർ ചോദിച്ചപ്പോൾ അള്ളാഹു പറയാണ്, ഖുൽ, നബിയെ പറയുക, യൻസിഫുഹാ റബ്ബീ നസ്ഫാ, എൻ്റെ പടച്ചോനെ തകർക്കുന്നു. എന്നാൽ ഇതേപോലത്തെ ശൈലിയാണ് വഇദാ സഅലക ഇബാദി അന്നി فإني قريب أجيب دعوة الداعي إذا دعان فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. എൻ്റെ ദാസന്മാർ എന്നെക്കുറിച്ച് നിന്നോട് ചോദിച്ചാൽ
നീ പറയുക നബിയെ എന്ന് ഖുർആൻ പ്രയോഗിച്ചില്ല. ഫഇന്നി ഖരീബ്, ഞാൻ അടുത്തവനാണ്. ഉജീബു ദഅവത ദാഇ, വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ഞാൻ ഉത്തരം നൽകും. പണ്ഡിതന്മാർ ഈ ആയത്തെടുത്തിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. ഖുർആനിൽ ഇതേ ശൈലി വന്നിടത്തൊക്കെ മറുപടി നബിയോട് കൊടുക്കാനാണ് അള്ളാഹ് പറഞ്ഞത്. പക്ഷേ അള്ളാഹിനോടുള്ള ആരാധനയെക്കുറിച്ചും പ്രാർത്ഥനയെക്കുറിച്ചുമൊക്കെ ചോദിക്കുന്നിടത്ത് അള്ളാഹ് നബിയെ താങ്കൾ പറയുക എന്ന ശൈലി പ്രയോഗിച്ചില്ല. കാരണം ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും ഇടയിൽ അള്ളാഹ്ക്കൊരു ഇടയാളൻ്റെ ആവശ്യമില്ല എന്നാണ് തെളിയിക്കുന്നത്. മനസ്സിലായില്ലേ? ആരാധനക്കും പ്രാർത്ഥനക്കും ഇടയിൽ അള്ളാഹ്ക്കൊരു ഇടയാളൻ്റെ ആവശ്യമില്ല. ഫഇന്നി ഖരീബുൻ, ഞാൻ അടുത്തവനാണ്. ആരാ ചോദിച്ചത്? അവനോട് അള്ളാഹ് ഡയറക്റ്റ് സംസാരിക്കാം. ഞാൻ നിന്റെ ഏറ്റവും അടുത്തുണ്ട്, നീ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചോ, ഞാൻ നിനക്ക് ഉത്തരം തരാം. ഖുർആനിൻ്റെ ഓരോ വചനങ്ങൾക്കകത്തും ഒളിഞ്ഞു കിടക്കുന്ന ഒരുപാട് സാരോപദേശങ്ങളുണ്ട്. ജീവിതത്തിൽ എല്ലാം ഉണ്ടെങ്കിലും ചില സമയത്ത് നമ്മൾ സ്റ്റക്കായി പോകും. എന്താ സംഭവിച്ചതെന്നറിയാത്ത ഒരു മൂകതയുണ്ടാകും, അല്ലേ? ഒരു വല്ലാത്തൊരു മനസ്സിലൊരു ഇരുട്ടുണ്ടാകും. ആകെക്കൂടെ ഒരു ഒരു ബേജാറും ബത്തപ്പാടും എന്നൊക്കെ പറയും നമ്മളെ ഭാഷയിൽ, അല്ലേ? അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ടാവും. ഖുർആൻ എടുത്ത് മറിച്ച് നോക്കുമ്പോൾ ആ പേജിൽ, ആ 2 പേജിൽ ജസ്റ്റ് ഖുർആൻ്റെ കോപ്പി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ മറിച്ചാൽ തന്നെ അതിനകത്ത് നമുക്ക് ഒരു പരിഹാരം അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുണ്ടാവും. അതാണ് ഈ ഖുർആൻ്റെ പ്രത്യേകത. ഞാൻ എൻ്റെ നാട്ടിൽ നിന്നൊരു പേഷ്യൻറ്റിനെ MES മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരുന്നു. രാത്രി ഭക്ഷണം കഴിച്ചൊരു സഹോദരി, അവർ പെട്ടെന്ന് ബോധം കെട്ട് വീഴാണ്. അവരെടുത്തിട്ട് നേരെ പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോയത്. കുറച്ച് ദിവസം അവർ കോമ സ്റ്റേജിൽ കിടന്ന് അവർ മരിച്ച്. അപ്പോൾ 1-2 ദിവസം കഴിഞ്ഞിട്ടും പ്രത്യേകിച്ച് ഒരു അനക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ നമ്മുടെ ജലീൽ ഡോക്ടറെ വിളിച്ചു. അപ്പം അദ്ദേഹം പറയണ എന്നോട്, ഇതുപോലത്തെ നിരവധി പേഷ്യൻസ് ഉണ്ട് ഇവിടെ. ഇതൊക്കെ കണ്ട് മനസ്സ് മരവിച്ചു പോയിട്ടൊരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ക്ലിനിക്ക് ക്ലോസ് ചെയ്തിട്ട് QHLS ക്ലാസ്സിന് പോവാണ്. ക്ലിനിക്ക് പോയാൽ ഒരു ദിവസം എത്ര ഉപ്പി കിട്ടും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്നാൽ ആ ലാഭം ഒഴിവാക്കിയിട്ട്, ആ വരുമാനം ഒഴിവാക്കിയിട്ട് സമാധാനം കിട്ടാൻ വേണ്ടി ഖുർആൻ ക്ലാസ്സിന് പോവുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. സഹോദരങ്ങളെ, ജീവിതത്തിൽ ഖുർആൻ പോലെ നമ്മളെ ഗൈഡ് ചെയ്യാൻ പറ്റിയ ഒന്നുമില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആശ്വാസം കണ്ടെത്തിയത് വഹയ്യിലാണ്. അതുകൊണ്ടാണ് ജിബ്രീലിനോട് പറഞ്ഞത്, ജിബ്രീൽ വല്ലപ്പോഴും വരുന്നത് മാറ്റിയിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്നൂടെ. അപ്പം അള്ളാഹ് ആയത്തിറക്കി. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയിലൂടെ പ്രവാചകൻ ഓതിക്കൊടുത്തു, ഞങ്ങൾ ഇഷ്ടപ്പെടുമ്പോഴല്ല ഇറങ്ങുന്നത്, അള്ളാഹിൻ്റെ തീരുമാനം ഉണ്ടാകുമ്പോൾ ഇറങ്ങുന്നത്. വഹയ്യിനായി റസൂലുള്ള കാത്തിരുന്നു. വഹയ്യ് കിട്ടുമ്പോൾ ആശ്വാസമായി. സഹാബത്ത് വഹയ്യിനായി കാത്തിരുന്നു. മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചിട്ട് യജമാനത്തി അമ്മാറ ചുട്ടുപഴുപ്പിച്ച ഇരുമ്പിൻ്റെ ദണ്ട് പുറത്ത് വെച്ച് ശരീരം മുഴുവൻ ഉരുകിയൊലിച്ച് ആ വേദനയും കടിച്ചമർത്തി റസൂലിൻ്റെ അടുക്കലേക്ക് ഓടി വന്നിട്ട് നബിനോട് പറയുന്നുണ്ട്, പ്രവാചകരെ, താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ, സഹായം തേടുന്നില്ലേ? റസൂലുള്ള സൈലൻ്റായി നിന്ന്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ജിബ്രീൽ വന്ന് ആയത്തുമായിട്ട്, അം ഹസിബതും മൻ തദ്ഖുലുൽ ജന്നത ഫലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും എന്ന ആയത്തിറങ്ങി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന് ആയത്തോതി കൊടുത്തു. എന്താ ആയത്തിലുള്ളത്? നിങ്ങളുടെ മുൻഗാമികൾ ഇതിനേക്കാൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അവരെ ജീവനോടെ കുഴിയിലേക്ക് ഇറക്കി വെച്ചിട്ട് ഈർച്ചവാള് കൊണ്ട് മൂർന്ന് 2ആയി മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇരുമ്പിൻ്റെ ചീർപ്പുപയോഗിച്ച് ശരീരത്തിലെ മാംസം മുഴുവൻ പിഴുതെടുത്തിട്ടുണ്ട്. എന്നിട്ടും അവരാരും അക്ഷമ കാണിച്ചിട്ടില്ല എന്ന ആയത്ത് ഓതി കേൾപ്പിച്ചപ്പോൾ വേദന കടിച്ചമർത്തി വന്ന മഹാനായ സഹാബി ഖബ്ബാബ് റളിയല്ലാഹു അൻഹു തിരിച്ചു പോവാണ്. എന്തേ? വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിലാണ് അദ്ദേഹം സമാധാനം കൊള്ളുന്നത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഒക്കെ അങ്ങനെയാണ്. അത് പഠിക്കുന്നിടത്ത് പരസ്പരം ധാരണയാകുമായിരുന്നു. ഇന്ന് ജോലിക്ക് പോയിക്കോ, ഞാൻ ക്ലാസ്സിന് പോവാം. നാളെ ഞാൻ ജോലിക്ക് പോകാം, നീ ക്ലാസ്സിന് പോയിക്കോ. വൈകിട്ട് ഞാൻ വരുമ്പോൾ റസൂലുള്ള എന്താണ് നിനക്ക് പഠിപ്പിച്ചതെന്ന് എന്നെ പഠിപ്പിക്കണം. ഭക്ഷണത്തെക്കാളും കുടുംബത്തെക്കാളും ഉറക്കിനേക്കാളും എൻ്റർടൈൻമെൻറ്റിനേക്കാളും മറ്റു സംഗതികളെക്കാളെല്ലാം അവരാസ്വാദനം കണ്ടെത്തിയത് ഈ ദീനിൻ്റെ പഠനത്തിലാണ്. കാരണം എന്താ? ഖുർആൻ കൃത്യമായിട്ട് പറഞ്ഞ സാധനമാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഫദ്ലും റഹ്മത്തുമാണ് ഈ ഖുർആൻ. ഫബിദാലിക ഫല്യഫ്റഹൂ,
ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. ഈ ഖുർആൻ കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചോളി. ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. സന്തോഷം കിട്ടാൻ വേണ്ടി, സമാധാനം കിട്ടാൻ വേണ്ടി നിങ്ങൾ എവിടങ്ങളിലെല്ലാം പോകുന്നുണ്ടോ ആ ഇടങ്ങളെക്കാളെല്ലാം നിങ്ങൾക്ക് ആശ്വാസം നൽകാൻ ഈ ഖുർആനിന് സാധിക്കുന്ന. ഇല്ലായ്മയിലും വല്ലായ്മയിലും ഒരാളെ ഈ ഖുർആൻ ഗൈഡ് ചെയ്യും. ജീവിതത്തിൽ ഇനി ജീവിക്കണ്ടെന്ന് തീരുമാനിച്ച മനുഷ്യനെ ഇനി ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നിടത്തേക്ക് എത്തിച്ചത് ഈ വിശുദ്ധ ഖുർആനാണ്. എന്തേ? ഖുർആനിലെ ആയത്താണ്, മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർദ് വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ. നിങ്ങളുടെ ജീവിതത്തിലോ ഈ പ്രപഞ്ചത്തിലോ ഒന്നും സംഭവിക്കണില്ല പടച്ചോ നേരത്തെ കൂട്ടി തീരുമാനിച്ചിട്ടല്ലാതെ. ഇപ്പോൾ എന്നെ ബാധിച്ച ക്രൈസിസ് എൻ്റെ റബ്ബ് എനിക്ക് തീരുമാനിച്ചതാണ്. അതുകൊണ്ട് പടച്ചോനെ ഞാൻ നിന്നിലേക്ക് മടങ്ങുന്നു എന്നൊരാൾക്ക് പറയാൻ പറ്റിയാൽ അതിനോളം വലിയ കാര്യമില്ല. ഇവിടെ ക്ലാസ്സിന് വരുന്ന ഒരു സഹോദരിയും ഒരു ഫാമിലി ഉണ്ടായിരുന്നു. അവരൊരിക്കൽ ഈ റോട്ടിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത്, ബൈക്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ആക്സിഡൻ്റ് ആയിട്ട് ഭാര്യയും കുട്ടിയും മരിച്ചു. അല്ലേ? കുട്ടി മരിച്ചു. കുറച്ച് കാലം അദ്ദേഹം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് പിന്നെ ഇറങ്ങി ഇങ്ങോട്ട് വരാൻ പറ്റാത്തതുകൊണ്ട് മൂപ്പരെ വീടിൻ്റെ അടുത്ത് നമ്മൾ ലേഡീസിനായിട്ട് ക്ലാസ് നടത്തുന്നുണ്ട് ചാത്തപ്പറമ്പിൽ. അവിടേക്ക് അദ്ദേഹം വരും. ആ വീടിൻ്റെ സിറ്റ് ഔട്ടിൽ വന്നിരിക്കും. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, എന്തെങ്കിലും ആരോഗ്യാവസ്ഥ എന്നൊക്കെ ചോദിച്ചു. അദ്ദേഹത്തിന് വടിയൊക്കെ കുത്തിയിട്ടേ നടക്കാൻ പറ്റുള്ളൂ. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഹജ്ജ് ചെയ്തിട്ടുണ്ടോ ചോദിച്ചു. ഇല്ലാറുണ്ട്. ഹജ്ജ് ചെയ്തിട്ടില്ല, ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷേ അതിനുള്ള കാശില്ലാറ്. ഞാൻ പറഞ്ഞു, ഹജ്ജിനേക്കാൾ മഹത്തരമായ ഇബാദത്താണ് ഇതിനു വേണ്ടിയുള്ള പഠനങ്ങൾ നടത്തുന്നത്. സഹോദരന്മാരെ, തിരക്ക് പിടിച്ച ജീവിതത്തിനിടക്ക് കുറച്ച് സമയം മാറ്റിവെച്ച് അള്ളാഹുവിൻ്റെ ഖുർആനും പ്രവാചകൻ്റെ ഹദീസുമൊക്കെ നമ്മൾ പഠിക്കാൻ സമയം കണ്ടെത്തുമ്പോൾ, ആ സദസ്സിൽ വന്നിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഉണർവും ഉന്മേഷവും സമാധാനവും സന്തോഷവും അത് വേറെ തന്നെയാണ്. അതുകൊണ്ട് ആ സ്വഹാബത്ത് ഇൽമിനോട് അത്രത്തോളം, കാരണം എന്താ വെച്ചാൽ ഇതല്ലാത്തതൊക്കെ മനുഷ്യനിർമ്മിതിയാണ്. ഖുർആൻ എന്ന് പറയുന്നത് നമ്മളെ ഉണ്ടാക്കിയ, നമ്മുടെ മനസ്സിനെ രൂപപ്പെടുത്തിയ, അതിൻ്റെ വിചാരങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കണം പടച്ചോൻ്റെതാണ്. അതുകൊണ്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞത് നമ്മുടെ മനസ്സും ഖുർആനും തമ്മിൽ ഭയങ്കര അലാഖത്താണ്, ഭയങ്കര ബന്ധമാണ്. ഒരു നെട്ടിനൊരു ബോൾട്ട് എന്നുള്ള പോലെയാണ് സത്യത്തിൽ ഖുർആനും നമ്മുടെ ഹൃദയവും തമ്മിൽ. അതുകൊണ്ട് ആ ഖുർആന് കളവാണ്, തെറ്റാണെന്നൊക്കെ തെളിയിക്കാൻ വേണ്ടിയിട്ട് ഖുർആൻ പഠിച്ച ആൾക്കാരെയും ഖുർആൻ കീഴ്പ്പെടുത്തി. മക്കയിലെ മുശ്രിക്കുകൾ പോലും പറഞ്ഞു, നിങ്ങൾ ഈ ഖുർആൻ കേൾക്കരുത്, ഖുർആൻ ഘട്ടങ്ങൾ വീണു പോകുന്നു. അതുകൊണ്ട് ആശ്വാസം സഹോദരന്മാരെ ഇൽമിലാണ്. സുന്ദരമായൊരു പ്രദേശം കാണുന്നതിനേക്കാളും വലിയ ആശ്വാസം ഖുർആനിൻ്റെ താളുകൾ മറിച്ചിട്ട് അതിൻ്റെ അർത്ഥം ഗ്രഹിക്കുമ്പോൾ, അതിൻ്റെ ആശയം മനസ്സിലാക്കുമ്പോൾ നമുക്ക് കിട്ടും. അപ്പോൾ ഒരു ചോദ്യം, നമ്മൾ പഠിക്കുന്നുണ്ടോ, പഠിക്കാനുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്നുള്ള. ഇപ്പോൾ ജമീൽ എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ, ജമീൽ എന്ന് പറഞ്ഞിട്ട് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോറിലൊക്കെ കയറിക്കഴിഞ്ഞാൽ ജമീൽ എന്നടിച്ചു കൊടുത്താൽ നമ്മൾ ഇറക്കിയ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് കിട്ടും. അതിനകത്ത് എല്ലാമുണ്ട്. അതൊരു സൂപ്പർ മാർക്കറ്റാണ്. വായിക്കാൻ, കേൾക്കാൻ, പഠിക്കാൻ എല്ലാമുണ്ട്. ബാങ്ക് നിസ്കാരം റിമൈൻഡർ ഉണ്ട്, കിബില ഫൈൻഡർ ഉണ്ട്, എല്ലാ സെറ്റപ്പുമുള്ള അപ്ഡേറ്റഡ് വെർഷനാണ് ജമീൽ ആപ്ലിക്കേഷൻ. പിന്നെന്താ നിങ്ങൾ ഏതൊന്നിനും നമ്മൾ കുറച്ച് സമയം മാറ്റിവെക്കണം. എവിടെ മുടക്കം സംഭവിക്കുന്നത്? ആ മുടക്കം സംഭവിക്കുന്ന കാര്യത്തിന് നമ്മുടെ 24 മണിക്കൂറിൽ ഒരു സമയം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടാവില്ല. മനസ്സിലായി? നമ്മുടെ ഒരു ഓഫീസിലെ ജീവനക്കാരനാണെങ്കിൽ ആ ഓഫീസ് വർക്കിനൊരു സമയം, സ്വന്തമായി ഒരു സ്ഥാപനം നടത്തുന്ന ആളാണെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ ഉയർച്ചയെക്കുറിച്ചും അതിൻ്റെ ഓൺഗോയിങ്ങിനെ കുറിച്ചൊക്കെ ആലോചിക്കാൻ കുറച്ച് സമയം നമ്മൾ ചിലവാക്കിയെങ്കിൽ അതിൻ്റെ വളർച്ചയെക്കുറിച്ചും പോക്കിനെക്കുറിച്ചും ഉയർച്ചയെക്കുറിച്ചൊക്കെ നമുക്ക് ആലോചിക്കാൻ പറ്റുള്ളൂ. ഒരു സംഘടനാ ഭാരവാഹിയാണെങ്കിൽ തിരക്ക് പിടിച്ച ജീവിതത്തിനിടക്ക് ഒരു അരമണിക്കൂർ അയാൾ മാറ്റിവെച്ചിട്ട് തൻ്റെ സംഘടനാ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ കുറച്ച് സമയം അയാൾ അലോട്ട് ചെയ്യണം. എന്നാലേ നിശ്ചയിച്ച തീയതികളിൽ, നിശ്ചയിച്ച പരിപാടികൾ, നിശ്ചയിച്ച കോലത്തിൽ മനോഹരമായി നടത്താൻ പറ്റുള്ളൂ. ഇതുപോലെ തന്നെയാണ് ഇൽമും. അതിനൊരു സമയം നമ്മൾ അലോട്ട് ചെയ്യണം. ഇല്ലെങ്കിൽ നമുക്ക് ഇത് പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആശ്വാസവും സമാധാനവും ഉള്ളത് ഖുർആനിൻ്റെ വിജ്ഞാനത്തിലാണ്. രണ്ടാമത്തത് ആരാധനയിലാണ്, ഈമാനിലും ആരാധനയിലുമാണ്. ബിലാൽ റളിയല്ലാഹു റളിയല്ലാഹുവിനോട് ചോദിച്ചു, ബിലാൽ, ശത്രുക്കളുടെ പീഡനം താങ്കൾ എങ്ങനെയാണ് ക്ഷമിച്ചത്? അദ്ദേഹം പറഞ്ഞത്, മസസ്തു ഹലാവത്തൽ ഈമാനി ബിമറാറത്തിൽ അദാബ്. ശിക്ഷയുടെ കയ്പ് നീരിലേക്ക് ഈമാനിൻ്റെ മധുരം ഞാൻ ഒഴിച്ചു കൊടുത്തു എന്നുള്ള.
ഈ ഖുർആൻ പഠിക്കുമ്പോൾ നമ്മിൽ രൂഢമൂലമാകുന്ന സാധനം ഈമാനാണ്. ഏത് പ്രതിസന്ധിയിലും എനിക്കൊരു പടച്ചോണ്ട് എന്നുള്ള വിശ്വാസം. ആരുമില്ലെങ്കിലും അല്ലേ, അങ്ങനെയാണല്ലോ. ഈ അവോയ്ഡൻസ് എന്ന് പറയുന്നത് ഒരു അനുഗ്രഹമാണ്. എപ്പോഴറിയോ? മറ്റുള്ളവർ അവോയ്ഡ് ചെയ്യുമ്പോഴേ നമ്മളെക്കുറിച്ച് ചിന്തിക്കുള്ളൂ. ചെല്ലുന്നിടത്തൊക്കെ നമുക്ക് പരിഗണനയും സ്വീകരണവും ബഹുമാനവും അംഗീകാരമൊക്കെ കിട്ടിപ്പോകുമ്പോഴേ നമുക്ക് എന്തെയില്ല, നമ്മളെക്കുറിച്ച് ചിന്തിക്കൂല. ഒരു 4 ആൾ നമ്മളെ അവഗണിച്ച് ഇൻസൾട്ട് ചെയ്ത് പുച്ഛിച്ച് സംസാരിക്കുമ്പോൾ, അതുകൊണ്ടാണ് വളർന്ന് വിജയിച്ചവർ അവരുടെ ചരിത്രമൊക്കെ പറയുമ്പോൾ അവർ സ്വയം പരിഹാസ്യരാകാൻ തയ്യാറാകാറുണ്ടായിരുന്നു എന്നൊക്കെ പറയാറുണ്ട്. സ്വയം പരിഹാസ്യരാകണമെന്നല്ല പറയുന്നത്. പക്ഷേ മറ്റുള്ളവരിൽ നിന്ന് കിട്ടേണ്ട അംഗീകാരവും സ്വീകരണവും എല്ലാം കിട്ടിപ്പോകുമ്പോൾ സത്യത്തിൽ നമ്മളെ മറക്കും, പടച്ചോനെ മറക്കും. എല്ലാം യഥേഷ്ടം കിട്ടിപ്പോരാണല്ലോ. ക്യാഷിന് ക്യാഷ്, സൗകര്യത്തിന് സൗകര്യം, സുഖത്തിന് സുഖം, യാത്രകൾക്ക് യാത്ര, അംഗീകാരത്തിനും ബഹുമാനങ്ങൾക്കും വേണ്ടതെല്ലാം കിട്ടിപ്പോരുമ്പോൾ സത്യത്തിൽ നമ്മളെ മറക്കും. കുറച്ച് നേരം ശാന്തമായി മാറി നിൽക്കുമ്പോഴാണ് നമ്മളെക്കുറിച്ച് ആലോചിക്കുക. സുഹൃത്തുക്കളെ, എല്ലാം നമുക്കുണ്ട്. പക്ഷേ സൗർ ഗുഹയിൽ വെച്ച് റസൂലുള്ള പറഞ്ഞ വാക്ക് നമുക്ക് പറയാൻ പറ്റുമോ? ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന. പറയാൻ പറ്റുമോ? മുന്നിൽ ചെങ്കടലും പിന്നിൽ ഫിർഔനും കൂട്ടരും. മൂസാ നബിയുടെ കൂട്ടുകാർ ഭയന്നപ്പോൾ മൂസാ നബി പറഞ്ഞ വാക്ക് ഇന്ന മഇയ റബ്ബി സയഹ്ദീൻ, എൻ്റെ കൂടെ എൻ്റെ പടച്ചോനുണ്ട് എന്ന് പറഞ്ഞ ആ വാക്ക് നമുക്ക് എത്രത്തോളം പറയാൻ പറ്റും? അവിടെയാണ് ഈമാൻ എന്ന് പറയുന്ന സാധനം. നമ്മുടെ മുൻഗാമികൾ ഒരുപാട് പീഡനങ്ങളും കഷ്ടതകളും എല്ലാം സഹിച്ചത് ഈമാൻ്റെ ബലത്തിലാണ്. ജീവിച്ച നാട്ടിൽ നിന്ന് പുറത്താക്കുമോ നമുക്ക് പേടിയാണ്, അല്ലേ? SIRും NRCയും CAIയും ഒക്കെ വന്നപ്പോൾ നമ്മളെ ബാധിച്ചത് എന്താണ്? ചില ആൾക്കാർ വീട് പണിക്കട നിർത്തിയിട്ട് ഇത് തീരുമാനമായിട്ട് പോവുകയാണെങ്കിൽ പിന്നെ വെറുതെ വീടുണ്ടാക്കണമല്ലോ വെച്ചിട്ട് അത്രയും പേടിച്ച് അവരെന്ത് ചെയ്തു? ഈ കാര്യങ്ങൾ നോക്കിക്കണ്ട്. എന്നാൽ സ്വഹാബത്ത് കളിച്ചു വളർന്ന മണ്ണ് വിട്ടിട്ട് പോയി. മനസ്സിലായില്ലേ? സമ്പത്ത് മുഴുവൻ ഉപേക്ഷിച്ചാലേ വിടൂ എന്ന് പറഞ്ഞപ്പോൾ മുഴുവൻ എടുത്തെടുത്ത് കയ്യും വീശി നീണ്ട 400 ചില്ലാനം കിലോമീറ്റർ കാൽനടയായിട്ട് മദീനയിലേക്ക് പോയി സ്വഹാബത്ത്. എന്തേ അവിടെ വിശ്വാസം? പടച്ചോണ്ട് എന്നുള്ള വിശ്വാസം. ആ വിശ്വാസം നമുക്ക് നൽകുന്ന കരുത്ത് വേറെ തന്നെയാണ്. ഹാജറ ബീവിയെ ഒരു ചോരക്കുഞ്ഞിൻ്റെ കൂടെയാണ് സഫാ മർവക്കിടയിൽ ഉപേക്ഷിച്ച് പോയത്. ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ, പടച്ചോൻ പറഞ്ഞിട്ടാണോ? അതേ അറിഞ്ഞു. എന്നാ പോയിക്കോളീൻ. അത് ഈമാൻ നമുക്ക് നൽകുന്ന ഹലാവത്താണ്. ഈമാൻ, ഈമാനിൻ്റെ മധുരം നുകർന്നു. ആര്? മൻ റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യ. അല്ലാഹുവിനെ റബ്ബായിട്ടും ഇസ്ലാമിനെ ദീനായിട്ടും മുഹമ്മദ് നബിയെ തൻ്റെ റോൾ മോഡലും നബിയുമായിട്ടും അംഗീകരിച്ചവൻ ഈമാൻ്റെ മധുരം നുകർന്നു. മറ്റേതിനേക്കാളും അല്ലാഹും റസൂലുമാവുക ഇമ്പോർട്ടൻസ്. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ സ്നേഹിക്കുക, അള്ളാഹിൻ്റെ മാർഗത്തിൽ വെറുക്കുക. ഹറാമുകൾ വെടിഞ്ഞ് നന്മയിലേക്ക് വന്നിട്ട് പിന്നീട് ഹറാമിലേക്ക് പോകുന്നതിനെ, നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം നരകത്തേക്ക് പോകുന്നത് പോലെ വെറുക്കുക. ഈ 3 സ്വഭാവമുണ്ടോ? സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ. ഏതിനേക്കാളും പടച്ചോൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു അവസ്ഥയ്ക്ക് നമ്മൾ മാറുണ്ടെങ്കിൽ നമ്മുടെ തൊഴിലിടത്തിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ എല്ലാ രംഗത്തും, നമ്മുടെ രഹസ്യത്തിൽ, നമ്മുടെ പരസ്യത്തിൽ, നമ്മുടെ സാമ്പത്തികത്തിൽ, നമ്മുടെ എല്ലാ രംഗത്തും പടച്ചോനൊരു പ്രാധാന്യം. അല്ലാഹു അക്ബർ എന്നർത്ഥം. പടച്ചോനെ നീയാണ് വലുത്, ഞാനല്ല, എൻ്റെ കുടുംബമല്ല, എൻ്റെ പാരൻസ് അല്ല, എൻ്റെ മറ്റു കാര്യങ്ങളല്ല, എനിക്ക് നീയാണ് ഏറ്റവും വലുത്. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സെത്തുമ്പോണ്ടാണൊരു ധൈര്യവും ഒരു സമാധാനവും ഒരു സന്തോഷമുണ്ട്. അത് കയ്യിൽ നയാ പൈസ അല്ലെങ്കിലും കിട്ടും. അതാണ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ല ജയിലിലേക്ക് അദ്ദേഹത്തെ ഉന്തിത്തള്ളി കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്ക് ഇന്ന ജന്നത്തി വബുസ്താനി ഫീ സദ്രി. എൻ്റെ തോട്ടം, എൻ്റെ ഉദ്യാനം, എൻ്റെ സന്തോഷം നിർണയിക്കുന്നത് ഈ ഭൗതിക ലോകമല്ല, മറിച്ച് എൻ്റെ മനസ്സാണ്. എൻ്റെ മനസ്സിനകത്ത് എന്താ ഉള്ളത്? ഈമാനു ബില്ലാഹ്, അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. അതുകൊണ്ട് ജയിലിലടച്ചു എന്നതുകൊണ്ട് ഷെയ്ഖുൽ ഇസ്ലാം ഉരുകിത്തീരുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, ഒരു ചുക്കില്ല എന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? ഒന്നും ബാധിക്കില്ല. സ്വത്തുക്കളെ ചെറിയ കുട്ടികളെ നമുക്കൊക്കെ ഭയങ്കര സംഭവമാണ് അല്ലേ? ഈ ചെറിയ കുട്ടികൾ ഈ പ്രായത്തിൽ മരിക്കണീനെക്കുറിച്ച് നമ്മൾ ആരെങ്കിലും ആലോചിക്കുന്നുണ്ടോ? നമ്മുടെ ചെറിയ മക്കൾ മരിക്കണീനെക്കുറിച്ച്. അങ്ങനെ ഒരു മരണം സംഭവിച്ചാൽ അതെങ്ങനെ താങ്ങും? അന്ന് നമുക്കെല്ലാം ഉണ്ടാകും, പക്ഷേ നമുക്കെങ്ങനെ താങ്ങാൻ പറ്റും? അവിടെയാണ് ഈമാൻ. മനസ്സിലായില്ലേ? ആ ഈമാനിൻ്റെ മധുരമാണ് സ്വഹാബത്ത് നുകർന്നത്. 3-മത്തത്, അവർ സമാധാനം കണ്ടെത്തിയത് ആരാധനയിലാണ്.
അവർ ടെൻഷൻ അടിച്ചത് പരലോകത്തെക്കുറിച്ച് ഓർത്തിട്ടാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകരെ ദുല്ലനീ ബി അമലിൻ ഇദാ അമിൽതുഹു ദഖൽതുൽ ജന്ന, നബിയെ ഒരു കർമ്മം പഠിപ്പിച്ചു തരൂ, അത് പ്രവർത്തിച്ചാൽ എനിക്ക് സ്വർഗം കിട്ടണം. നബിയോട് ചോദിച്ചു പഠിക്കരുന്നവർ നന്മയെക്കുറിച്ച്, പുണ്യത്തെക്കുറിച്ച്. ഏതാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തി, ഏതാണ് ഏറ്റവും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട പ്രവൃത്തി, ഏത് പ്രദേശമാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ചോദിച്ചു പഠിക്കുകയായിരുന്നു. ഇന്ന് ചോദിക്കണ്ട, യഥേഷ്ടം നമുക്ക് ലഭ്യമാണ്. പക്ഷേ എത്രത്തോളം നമ്മുടെ ഇൽമിനെ നമ്മൾ അമലാക്കുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഔസാനി ഖലീലി ബിസലാസിൻ, എൻ്റെ കൂട്ടുകാരൻ എനിക്ക് 3 കാര്യം പഠിപ്പിച്ചു തന്നു. ലം അദ്അഹുന്ന ഹത്താ അമൂത്ത്, മരിക്കോളം ഞാനത് ഒഴിവാക്കൂല. നബിയിൽ നിന്ന് അവർ ഇൽമ പഠിച്ച് ഈമാൻ സ്വീകരിച്ച് പിന്നീട് അവർ ചെയ്തത് എന്താണ്? ജീവിതം ഇസ്ലാമികമാക്കുകയാണ്. ഇന്നിപ്പോൾ എന്താ വെച്ചാൽ 2 ടൈപ്പ് മുസ്ലിങ്ങളാണ്. ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്ന മുസ്ലിമുണ്ട്, പ്രാക്ടീസ് ചെയ്യാത്ത മുസ്ലിങ്ങളുണ്ട്. ഞാൻ നിസ്കരിക്കാറുണ്ട്, ഖുർആൻ ഓതാറുണ്ട്, പക്ഷേ എനിക്ക് തട്ടയിടാനൊക്കൂല എന്നാണ് കുട്ടി പറഞ്ഞത്. അതുകൊണ്ട് എൻ്റെ ഈമാൻ ഒരു കുഴപ്പമുണ്ടാവില്ല. എന്നാൽ OT-യിൽ പ്രവേശിക്കുമ്പോൾ ഞങ്ങൾ ഫുൾ സ്ലീവ് ധരിച്ചോട്ടെ എന്ന് പെർമിഷൻ ചോദിച്ച് കത്തെഴുതിയത് മുസ്ലിം MBBS പഠിക്കുന്ന വിദ്യാർത്ഥിനികളാണ്. പാശ്ചാത്യൻ കൺട്രീസിലൊക്കെ ഫുൾ സ്ലീവ് ഡ്രസ്സ് ധരിച്ചിട്ട് അവർ ഓപ്പറേഷൻ തിയേറ്ററിൽ പ്രവേശിക്കുന്നുണ്ട്. അതുകൊണ്ട് യാതൊരു തടസ്സവുമില്ല, സേഫ്റ്റി മെഷർമെൻറ്റുകളെല്ലാം പാലിച്ചുകൊണ്ടാണ് പോകുന്നത് എന്നൊക്കെ വിശദമായി പഠനങ്ങൾ വെച്ചുകൊണ്ട് മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പൾക്ക് കത്ത് കൊടുത്തത് ഇവിടെ ഭയങ്കര ചർച്ചയായിരുന്നു. ഒരു ഭാഗത്ത് തട്ടമഴിക്കാനുള്ള വ്യഗ്രത, മറ്റൊരു ഭാഗത്ത് തട്ടമിടാനുള്ള ജാഗ്രത. എന്താ വ്യത്യാസം? ഒന്ന് ബോധ്യപ്പെട്ടവരാണ്, മറ്റൊന്ന് ബോധ്യപ്പെടാത്തവരാണ്. സുഹൃത്തുക്കളെ, ഇത് താൽക്കാലികമായൊരു ലോകമാണെന്നും മരണത്തിനപ്പുറത്തോടെ നമ്മുടെ ജീവിതം ആരംഭിക്കുന്നു തിരിച്ചറിയുന്ന ആൾക്കേ ദീനിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ടാവുള്ളൂ. അപ്പോഴേ ഓൻ ഷട്ടർ താഴ്ത്തിയിട്ട് നിസ്കരിക്കാൻ പോവുള്ളൂ. അപ്പോഴേ ഓൻ തിരക്ക് പിടിച്ച് ജീവിതത്തിനടക്കും കുറച്ച് നേരം ഒന്ന് മാറിയിരുന്ന് ഖുർആൻ ഓതുള്ളൂ. അപ്പോഴേ അവൻ്റെ കുടുംബത്തെ പോറ്റാനും അവൻ്റെ കാര്യങ്ങൾ നിർവഹിക്കാനും മാറ്റിവെച്ച പണം കൊണ്ട് ദീനീ സ്ഥാപനങ്ങൾ പടുത്തുയർത്താനും ദീനിൻ്റെ മാർഗത്തിൽ സ്വതക്ക നിർവഹിക്കാനും കണക്ക് നോക്കി സക്കാത്ത് കൊടുക്കാനൊക്കെ ഒരാൾക്ക് ബോധമുണ്ടാണെങ്കിൽ ഈമാൻ ഉറക്കണം. എന്ത് ഈമാൻ? മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹിലും അന്ത്യത്തിലുള്ള വിശ്വാസം. അത് ഉറച്ചവരാണ് സ്വഹാബത്ത്. അതുകൊണ്ട് തന്നെ നിസ്കാരത്തിലും ദിക്റിലും ദുആയിലും ഖുർആൻ പാരായണത്തിലുമൊക്കെയാണ് അവർ ആസ്വാദനം കണ്ടെത്തിയത്. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് ഒരു രാത്രി കൊണ്ട് ഖുർആൻ ഫുള്ള് ഓതിയിട്ട് നിസ്കരിക്കുമായിരുന്നു. നബി പറഞ്ഞു വേണ്ടാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം പറഞ്ഞ എന്താ അറിയോ? ദഅനി അസ്തംതിഉ ബിഖുവതി വശബാബി, നബി എനിക്ക് കരുത്തുണ്ട്. അല്ലേ, നമ്മളെ കരുത്ത് പലയിടത്തും കാണിച്ചിട്ടുണ്ട്. പക്ഷെ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമ്മളെ അവസ്ഥ എന്താ? ഖുർആൻ ഓതാൻ നിൽക്കുമ്പോൾ നമ്മുടെ അവസ്ഥ എന്താ? ഇബാദത്തിന് വേണ്ടി നിൽക്കുമ്പോൾ നമ്മുടെ അവസ്ഥ എന്താ? നമ്മൾ ബലഹീനരാണ്, ക്ഷീണിതരാണ്. എന്നിട്ട് സെർച്ച് ചെയ്യണം നമ്മൾ യൂട്യൂബിൽ, നമസ്കരിക്കുമ്പോഴുള്ള ക്ഷീണത്തിൻ്റെ കാരണം എന്താണ്? എന്താ പറയുക, വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും പറഞ്ഞിട്ട് ചൊല്ലുണ്ട്. ഏത് ജോലിയിൽ നമ്മൾ ക്ഷീണിച്ചില്ല, അതുമായി ബന്ധപ്പെട്ട യാത്രയിൽ, ഉറക്കമൊഴിക്കലിൽ, പട്ടിണിയിൽ നമുക്കൊരു പ്രശ്നമില്ല. അല്ലേ, നൈറ്റ് 5 മണിക്ക് ഫ്ലൈറ്റുള്ളവന് എപ്പോൾ അവിടെ എത്തണം? അവിടെ എത്തണമെങ്കിൽ എപ്പം പുറപ്പെടണം? ആ രാത്രി ഓന് ഉറക്കം തന്നെയല്ല. ഓന് കംപ്ലൈൻ്റ് ഉണ്ടോ? കംപ്ലൈൻ്റ് ഇല്ല. അത് ഇനി കണക്ഷൻ ഫ്ലൈറ്റ് ആണെങ്കിലോ ഓൻ്റെ 2 ദിവസം അങ്ങനെ തന്നെ പോകും. ഓന് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല. ഭൗതികമായ കാര്യത്തിന് എത്ര അധ്വാനിക്കാൻ ആൾക്കാർക്ക് റെഡിയാണ്. എന്നാൽ ദീനീയായ കാര്യത്തിന് ഒന്ന് കൈയെട്ടുമ്പോഴേക്ക് കോട്ടുവായിട്ട് പോവാണ്. ഖുർആൻ 2 പേജ് ഓതുമ്പോത്തിന് ഉറക്കം വരികയാണ്. എന്തേ? ബോധ്യത്തിൻ്റെ പ്രശ്നമാണ്. ഒരു രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ചു സ്വഹാബി. എന്തേ? നബിയെ, എനിക്ക് യൗവനമുണ്ട്, എനിക്ക് കരുത്തുണ്ട്, ഞാൻ ഇപ്പം ചെയ്യട്ടെ, ഇപ്പം ചെയ്തില്ലെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റൂല. നമ്മളെന്താ പറയുന്നത്? ഇപ്പോൾ പൈസ ഉണ്ടാക്കിയില്ലെങ്കിൽ പിന്നെ പൈസ ഉണ്ടാക്കാൻ പറ്റൂല. അല്ലേ, ഇപ്പം ലൈഫ് സെറ്റിലാക്കിയില്ലെങ്കിൽ പിന്നെ സെറ്റിലാക്കാൻ പറ്റൂല. സുഹൃത്തെ, റിസ്ക് എന്ന് പറയണത് ഇബാദത്തുമായി കണക്റ്റഡാണ്. ഖുർആൻ റിസ്ക്കിനെ കുറിച്ച് പറഞ്ഞ സ്ഥലത്തൊക്കെ ഇബാദത്ത് പറഞ്ഞിട്ടുണ്ട്. ഫസ്ബിർ, നബിയെ താങ്കൾ ക്ഷമിക്കുക. വഅ്മുർ അഹ്ലക ബിസ്സലാ, നിങ്ങളുടെ കുടുംബത്തോട് താങ്കൾ നിസ്കാരം കൽപ്പിക്കുക. എന്താ പറഞ്ഞത്? ലാ നസ്അലുക റിസ്ഖൻ നഹ്നു നർസുഖുക, നിന്റെയും നിന്റെ കുടുംബത്തിന് റിസ്ക് ഞാൻ നിന്നോട് ചോദിച്ചിട്ടില്ല, റിസ്ക് ഞാൻ തരും. അത് ആലോചിച്ചടങ്ങാറാണ്ട. ആലോചിക്കേണ്ട ആരാധനയും ഇബാദത്തുമൊക്കെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാലിനോട് പറയാം, ബിലാലെ ബാങ്ക് വിളിക്ക്, നിസ്കരിച്ച് ഞാൻ ആശ്വാസം കണ്ടെത്തട്ടെ എന്ന്. കാലിൽ അമ്പ് തറച്ചിട്ട് പോലും സ്വഹാബി നിസ്കാരം തുടർന്നുകൊണ്ടിരിക്കുക. ഇപ്പം എന്താണ്? ചോറ് കിട്ടുന്ന പള്ളി എവിടെയാണ്? നിസ്കാരം വേഗം തീരുന്ന പള്ളി എവിടെയാണ്? ഖുതുബ പെട്ടെന്ന് തീരുന്ന പള്ളി എവിടെയാണ്? ഇതൊക്കെയാണ് ആൾക്കാർ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലേ, വയ്യ, ക്ഷീണമാണ്. സുഹൃത്തുക്കളെ, സ്വഹാബത്ത് ആരാധനയിൽ ആസ്വാദനം കണ്ടെത്തി. ആ ആരാധന മനസ്സറിഞ്ഞ് എന്നെ പടച്ച
എന്നെ ഞാനാക്കിയ, ഒന്നുമില്ലാതെ ഈ ഭൂമി ലോകത്ത് വന്ന് എനിക്ക് കണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തെന്ന എൻ്റെ റബ്ബിനോട് ഞാൻ സംവദിക്കാൻ, മുഖാമുഖം എന്നിലേക്ക് തിരിഞ്ഞു നിൽക്കാൻ, ഞാൻ സുജൂദ് കിടക്കുമ്പോൾ പടച്ചോനുമായി ഏറ്റവും അടുത്ത് നിൽക്കാൻ, ഞാൻ ചോദിക്കുന്നതൊക്കെ തരാൻ പടച്ചോൻ തയ്യാറായി നിൽക്കാൻ. അതുകൊണ്ട് പടച്ചോനെ റബ്ബി ഗഫിർലി, എൻ്റെ പാപം നീ പുറത്തു തരണേ. പ്രാർത്ഥിക്കുമ്പോൾ മനസ്സറിഞ്ഞ് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? ഇങ്ങനെ ഓരോ ആരാധനാ കർമ്മങ്ങളും അല്ലേ, ശരീരം കൊണ്ടുള്ളത്, നാവ് കൊണ്ടുള്ളത്, പ്രാർത്ഥിക്കുമ്പോൾ മനസ്സറിഞ്ഞ് ചോദിക്കാൻ പറ്റും. എന്തിനും കഴിവുള്ള ആളോടാ ചോദിക്കണത്, ദുർബലനോടല്ല, എന്തിനും കഴിവുള്ളവനോടാ. അൽ ഖനി, ഫഖർ ഭയക്കാത്ത, കുറവുകൾ നേരിടാത്ത ഖനിയായ പടച്ചോനോടാണ് നമ്മൾ ചോദിക്കണത്. പ്രാർത്ഥനയിൽ, ദിക്റുകളിൽ, ദുആകളിൽ, ദാനധർമ്മങ്ങളിൽ. സുഹൃത്തുക്കളെ, നമ്മൾ നമ്മുടെ പണം കൊണ്ട് പാവപ്പെട്ട കുടുംബത്തെ പോറ്റുമ്പോൾ സന്തോഷമാണ് അല്ലേ? ഈ ഈദിന് നമ്മുടെ മക്കൾക്ക് ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ പാവങ്ങളായ കുട്ടികൾക്ക് ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കുക അല്ലേ? ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുക. പള്ളികളും മദ്രസകളും മറ്റു മതസ്ഥാപനങ്ങളും പടുത്തുയർത്താൻ വേണ്ടിയിട്ട് വിലപിടിപ്പുള്ള, നമ്മൾ ഏറ്റവും മൂല്യം കൊടുക്കുന്ന നമ്മുടെ പണം മാറ്റിവെക്കുമ്പോൾ സന്തോഷമാണ്. ഒരു മനുഷ്യൻ അങ്ങാടിയിൽ സൂപ്പർ മാർക്കറ്റാണ്, എന്നിട്ട് മൂപ്പര് എന്താ ചെയ്തത്? നിങ്ങൾ മൂപ്പര് ഹിദായത്ത് കിട്ടിയ പാട് ചെയ്തെന്താ അറിയോ? മൂപ്പര വീടിൻ്റെ വലതുഭാഗം കുറച്ച് സ്ഥലമുണ്ട്, കുറച്ച് സ്ഥലമുള്ളത്, അത് 5-6 സെൻറ്റ് സ്ഥലമുള്ളൂ. ആ സ്ഥലം എന്ത് ചെയ്തു വെച്ചാൽ ചുറ്റും മതിലൊക്കെ കെട്ടി ഭംഗിയായ പ്ലോട്ടാക്കി അവിടെ സുന്ദരമായൊരു പള്ളി കയറ്റി നമ്മളെ ഭാരവാഹികളെ വിളിച്ച്, ഒരു പള്ളിയുണ്ട് നിങ്ങളെ ഏൽപ്പിക്കുകയാണ് പറഞ്ഞിട്ട്. മനസ്സിലായില്ലേ? അയാളുടെ വീട് അതിൻ്റെ തൊട്ടപ്പുറത്താണ്. ആ വീട്ടിൽ ഉപയോഗിച്ച അതേ മെറ്റീരിയലാണ് മൂപ്പര് ഈ പള്ളിക്ക് ഉപയോഗിച്ചത്. അതിമനോഹരമായിട്ട് ആ പള്ളിയെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അതൊക്കെ ഒരു ഉദ്ദേശമാണ്, അതൊക്കെ ഒരു ആഗ്രഹമാണ്, അതൊക്കെ ഒരു ബോധ്യവും ബോധവുമാണ്. എന്നാൽ ചില ആൾക്കാരോ അവർ ഈ ഭൗതിക ലോകത്തെ ആസ്വാദനം മാത്രമാണ് കാണുന്നത്, ആരാധനയിൽ ആസ്വാദനം കണ്ടെത്താൻ, നിസ്കാരത്തിലും ഖുർആൻ പാരായണത്തിലും ദിക്റിലും ദുആയിലും ദാനധർമ്മങ്ങളിലും ആസ്വാദനം കണ്ടെത്താനുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. സ്വഹാബത്തും അങ്ങനെയായിരുന്നു, സമ്പത്ത് മുഴുവൻ അള്ളാൻ്റെ മാർഗത്ത് കൊടുത്തു. 4-മത്തെ കാര്യം എന്താ? തിന്മ ഉപേക്ഷിക്കുന്നതിലാണ് അവർ ആശ്വാസം കണ്ടെത്തിയത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ അടുക്കൽ സ്വഹാബി വരികയാണ്, എന്നിട്ട് പറയാണ്, തൊഹിർനി യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ നിങ്ങൾ എന്നെ ശുദ്ധീകരിക്കണം, നിങ്ങൾ എന്നെ ശുദ്ധീകരിക്കണം. മാന്യനായി ജീവിക്കണ ഒരാൾ, അയാളുടെ കൈയൊന്ന് തെറ്റിപ്പോയാൽ അയാളുടെ അഭിമാനം മൊത്തം തകർന്നു പോവാണ്. തൻ്റെ മുന്നിൽ വന്ന പേഷ്യൻറ്റിനോട്, തൻ്റെ ക്ലയൻറ്റിനോട്, തൻ്റെ സഹപ്രവർത്തകയോട്, തൻ്റെ സ്റ്റാഫിനോട് ഒന്ന് മോശമായി പെരുമാറി അവരെങ്ങാനും ആ ഫോൺ ഓപ്പണാക്കിയിട്ട് ഇന്നൊരു ദുരനുഭവമുണ്ടായി ഗായ്സ് ആണ് തുറന്നു പറഞ്ഞാൽ കഴിഞ്ഞ്, അതുവരെ നമ്മൾ ഉണ്ടാക്കിയ കോട്ടകളെല്ലാം തകർന്നുപോയി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ യഥേഷ്ടം ഉപയോഗിച്ച് സമൂഹത്തിൽ മാന്യതയുടെ ഒരു ഫേസൊക്കെ ഉണ്ടാക്കിയെടുത്ത് ഒരാൾ ഒരു സുപ്രഭാതത്തിൽ ആ കുട്ടി പഠിക്കുന്ന സ്കൂളിൽ ഒരാൾ കൗൺസിലിംഗ് നടത്തിയപ്പോൾ ആ കുട്ടിയെല്ലാം തുറന്നു പറഞ്ഞു. അതോടുകൂടെ മൂപ്പര ജീവിതം മൊത്തം താറുമാറായി. സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി വളരെ സ്വകാര്യത ഉറപ്പിച്ച് ചെയ്തു പോയിരുന്ന കാര്യം ലോകമറിഞ്ഞതോടുകൂടെ ഉള്ളതും നഷ്ടമായി. കുടുംബവും ഇണകളും എല്ലാം അയാൾക്കെതിരാകുന്ന സാഹചര്യം ഉണ്ടായി. മനുഷ്യൻ അനുഭവിക്കുന്ന ഏത് പ്രയാസത്തിൻ്റെയും ബേസിക് കാരണം അവൻ ചെയ്യുന്ന തെറ്റുകളാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഹറാമായ കാര്യം, അത് സാമ്പത്തിക രംഗത്താകട്ടെ, കാഴ്ചകളിലാകട്ടെ, ബന്ധങ്ങളിലാകട്ടെ, നമ്മുടെ ഏത് വിഷയത്തിലാകട്ടെ, വിശുദ്ധി കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോകുമ്പോൾ കിട്ടുന്ന സമാധാനമുണ്ട്. പടച്ചോനെ ഞാനും നീയും തമ്മിൽ ഓക്കെയാണ്. മനസ്സിലായില്ലേ? പടച്ചോനെ ബോധപൂർവം ഞാനൊരു തെറ്റും ചെയ്യുന്നില്ല എന്ന് ഉറച്ചു പറയാൻ ഒരാൾക്ക് പറ്റിയാൽ, ഓരോ രംഗത്തും ശ്രദ്ധയോടുകൂടെ മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട് എന്നൊരു കോൺഫിഡൻസ് ഒരാൾക്കുണ്ടെങ്കിൽ, അത് കൊടുക്കണ സന്തോഷവും സമാധാനവും വേറെ തന്നെ. ഇല്ലെങ്കിൽ ഒരു ബേജാറായിരിക്കും. അവിടെ പിടിച്ച് ഇവിടെ പിടിച്ച് അയാളെ കൊണ്ടുപോകണു, ഇയാളെ കൊണ്ടുപോകണു. പലപ്പോഴും കുട്ടികളെ കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഉണ്ടാകലുണ്ട്. കുട്ടികളെ കൂട്ടത്തു നിന്ന് ഒരാളെ വിളിച്ചിട്ട് നമ്മൾ സംസാരിച്ച് ക്ലാസ്സിലേക്ക് വിട്ടാൽ വേറുള്ളവരൊക്കെ കൂടി നിന്നിട്ട് ഒന്നോട് ചോദിക്കും, എന്തിനാ വിളിച്ചേ, എന്താ പറഞ്ഞേ? മനസ്സിലായില്ലേ? അത് പ്രത്യേകിച്ചൊരു ഇൻസിഡൻറ്റ് കൂടെ ഉണ്ടാക്കിയ ഒരാളാണെങ്കിൽ ഓൻ്റെ മുഖഭാവം തന്നെ മാറിയിട്ടുണ്ടാവും. ഓനാകെ അസ്വസ്ഥനായിട്ട് ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ നടക്കുന്നുണ്ടാവും. എൻ്റെ രഹസ്യം മറ്റുള്ളവർ അറിഞ്ഞോ എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, പടച്ചോനെ മറച്ചു പോകണോണ്ടാണ് എന്ത് ചെയ്യണത്, മാന്യമായിട്ട് നമ്മൾ ജീവിക്കണത്, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്, നിങ്ങളോട് ഇരിക്കണത്. നമ്മുടെ തനി സ്വഭാവം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തിങ്ങനെ കാണിക്കുകയാണെങ്കിൽ ഒരാളും നമ്മളോട് സംസാരിക്കൂല. ഇപ്പം നമ്മുടെ കൂടെയുള്ള ഒരാളും നമ്മളൊപ്പം ഉണ്ടാവില്ല. അതുകൊണ്ട് പുറം ലോകമറിഞ്ഞാലും
പ്രശ്നമില്ലാത്ത വിശുദ്ധമായ ജീവിതമാണ് നമ്മുടേതെങ്കിൽ നിർഭയത്വത്തോടുകൂടെ നമുക്കവിടെ ജീവിക്കാം. ഇൽമും ഈമാനും അമലും വിശുദ്ധിയും നമുക്ക് നൽകുന്ന ആസ്വാദനവും സന്തോഷവും, അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. ഇത് ഇവിടം മാത്രമല്ല, നമ്മൾ മരിക്കുന്നതോടെ ആരംഭിക്കുന്ന ഖബറിലും അതിനപ്പുറത്തുള്ള പരലോകത്തും ഒക്കെ ഈ ദീനിൻ്റെ സമാധാനവും സന്തോഷവും നമുക്ക് നുകരാൻ സാധിക്കും. അതുകൊണ്ട് തിരക്ക് പിടിച്ച ജീവിത സാഹചര്യത്തിൽ ദീന് പഠിക്കാനും അത് പ്രവർത്തിക്കാനും ആ ദീനീ രംഗത്ത് സേവനങ്ങൾ അനുഷ്ഠിക്കാനും കൂടെ നമ്മൾ ശ്രദ്ധ കൊടുക്കുക. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.